ഇടവെട്ടി മേനോൻപറമ്പിന് സമീപം റിട്ടയർഡ് LIC ഉദ്യോഗസ്ഥൻ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള 70 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഇടവെട്ടി സ്വദേശി പാറത്താഴത്ത് ഷാജിക്കാണ് വിളവെടുപ്പിൽ 40 കിലോയോളം തൂക്കം വരുന്ന കാച്ചിൽ ലഭിച്ചത്. തടിക്കച്ചവടമാണെങ്കിലും ചെറുപ്പകാലം മുതൽ കൃഷിയോടുള്ള താല്പര്യം മൂലമാണ് മണ്ണിൽ പണിയെടുക്കുന്നതെന്നും അതിൽ നിന്ന് വിളവെടുക്കുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മരച്ചീനി, പഴം, പച്ചക്കറി, ഏത്തവാഴ എന്നിവയും ഷാജി കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ ഇടവെട്ടി ചിറയുടെ സമയം താമസിക്കുന്നു. എൻ്റെ ഒരു സാറിൻ്റെ കുറച്ച് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമുണ്ട്, അതിലും കൃഷികളുണ്ട്. മറ്റ് കൃഷികളിലേക്കായാലും കൂടുതൽ ലാഭകരമല്ല എന്ന് പറയാൻ പറ്റില്ല. കൃഷി നന്നായിട്ട് വൃത്തിയായിട്ട് നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ലാഭകരമായിട്ട് തന്നെ വരും. പിന്നെ ഇതിൻ്റെ അകത്ത് കീടനാശിനികളുടെ അളവ് വളരെയേറെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ രീതിയിലുള്ള കീടനാശിനികളെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഏകദേശം ഒരു 80% ജൈവ കൃഷി രീതിയിൽ തന്നെയാണ് ഈ കൃഷികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നഷ്ടമാണോ എന്ന് ചോദിക്കാനാണ്, കൃഷി നഷ്ടമല്ലേ എന്നാണ് പൊതുവേ ആൾക്കാർ ചോദിക്കുന്ന ഭാഗങ്ങൾ. വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും കൃഷിയോടും ആത്മാർത്ഥതയോടും കൂടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നഷ്ടം എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. ഒരു പയർ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ആത്മസംതൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ്. ഒരു വാഴക്കൊല വെട്ടുമ്പോഴോ മറ്റ് എന്തെങ്കിലും ഒരു കപ്പ പറിക്കുമ്പോഴോ, ഇന്നിപ്പോൾ ഞങ്ങളൊരു കാച്ചിൽ പറിച്ചിട്ട് 40 കിലോയ്ക്കും 50 കിലോയ്ക്കും ഇടയിലുള്ള ഒരു തൂക്കമുള്ള ഒരു കാച്ചിലാണ് ഇന്ന് ഞങ്ങൾ പറിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. എൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ പണിയാൻ വരുന്ന ആൾ, പണിക്കാരനായിട്ടല്ല കൂട്ടിയിരിക്കുന്നത്, കൂട്ടുകാരനായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെയും കൂടെ നിർലോഭമായ സഹകരണം കൊണ്ടാണ് ഞങ്ങളുടെ ഇതിങ്ങനെ ഒരു സംഭവമാക്കിയെടുക്കാൻ പറ്റിയത്.